മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടപെട്ട സംസ്ഥാന സർക്കാർ. രേഖകൾ കൈവശമില്ലാത്തവർക്ക് സർക്കാർ സഹായം നൽകും. രേഖകൾ അനുവദിക്കാൻ ഫീസ് ഈടാക്കില്ല. ഹിയറിംഗ് രേഖകൾ അതിവേഗം ലഭ്യമാക്കാനും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രേഖകൾ കൈവശമില്ലാത്തവർക്ക് സർക്കാർ സഹായം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും വളരെ നിർണായകമായ അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണ് ഇതുള്ളത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. രേഖകൾ കൈവശമില്ലാത്തവർക്ക് വളരെ വേഗത്തിൽ രേഖകൾ ലഭ്യമാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിയറിംഗിന് രേഖകൾ അതിവേഗം ലഭ്യമാക്കും എന്നതാണ് പറയുന്നത്. എന്തായാലും ഇനി SIR-മായി ബന്ധപ്പെട്ട ഇനി ഹിയറിംഗ് നടക്കാനിരിക്കുകയാണ്. പട്ടികയ്ക്ക് പുറത്തുള്ളവർ അവരെ ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളടക്കം നടത്തേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഹിയറിംഗ് നടത്തുമ്പോൾ അനിവാര്യമായ രേഖകളെല്ലാം തന്നെ ഹാജരാക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ട്. ഇത്തരത്തിൽ രേഖകൾ കൈവശമില്ലാത്തവർക്ക് രേഖകൾ ലഭ്യമാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിയറിംഗിന് രേഖകൾ അതിവേഗം ലഭ്യമാക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയെന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൂടാതെ ഈ രേഖകൾ അനുവദിക്കുന്നതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ BLOമാർ ഇല്ലാത്ത ബൂത്തുകളിൽ ഉടൻ നിയമനം നടത്തും. SIR ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം പാടില്ലെന്നും കൂടാതെ മുൻകൂർ അനുമതിയില്ലാതെ അവധി അനുവദിക്കരുത് എന്ന കാര്യം കൂടി സർക്കാർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല. ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കുമെന്നതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. കൂടാതെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായ കേന്ദ്രങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകി. കൂടാതെ ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തേണ്ടതാണ്. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കും. അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ IT വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കരട് പട്ടികയിൽ നിന്ന് വിട്ടുപോയ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനായുള്ള ബോധവൽക്കരണം നടത്തും. സ്മാർട്ട് വഴി ലഭ്യമാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം നേടുകയാണെങ്കിൽ അത് നേരിട്ട് പഞ്ചായത്ത് മുഖേന ലഭ്യമാക്കുന്ന കാര്യം പരിശോധിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടെന്നും ക്യാമ്പുകളിൽ ഒരു സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കുവാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നു. കൂടാതെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. SIR പ്രക്രിയ അർഹതയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. എന്നാൽ അതിന് അനുകൂലമായ തീരുമാനങ്ങളെല്ലാം ഉണ്ടായത്. അർഹരായ എല്ലാവർക്കും സമ്മതിദാന അവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയ മുഴുവൻ ആളുകളെയും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും സർക്കാർ SIR-മായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വളരെ നിർണായകമായൊരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നതാണ് കാണേണ്ടത്. എന്തായാലും രേഖകൾ കൈവശമില്ലാത്തവർക്ക് വളരെ വേഗത്തിൽ രേഖകൾ ഹിയറിംഗിന് ഹാജരാക്കുന്നതിനായി രേഖകൾ ലഭ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ രേഖകൾക്ക് ഫീസ് ഈടാക്കില്ല, രേഖകൾ അനുവദിക്കാൻ ഫീസ് ഈടാക്കില്ല എന്നൊരു കാര്യം കൂടി ഇതോടെ പറയുന്നു. കൂടാതെ BLOമാർ ഇല്ലാത്ത ബൂത്തുകളിൽ ഉടൻ നിയമനം നടത്തുമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.